നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ കിടക്കയിലുള്ള ഷെമി വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. പോലീസിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. കാരണം ഷെമിയെ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി തന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അതിദാരുണ സംഭവത്തെക്കുറിച്ച്, തന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ലത്തീഫിന്റെ മരണം, അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യയുടെ മരണം, ഭർത്താവിന്റെ അമ്മയുടെ മരണം, അതുപോലെ തന്നെ അഫാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയാറുണ്ടായിരുന്ന അഫാന്റെ സ്നേഹിതയായ പെൺകുട്ടിയുടെ മരണം, ഇളയ മകന്റെ മരണം, ഇവയെല്ലാം തന്നെ കൃത്യമായി അറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഷെമി. പക്ഷേ ഷെമിയോട് പറഞ്ഞിരിക്കുന്നത് ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ മറ്റാരെക്കാളും നന്നായി ഷെമിക്ക് ഇതെങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്, അല്ലെങ്കിൽ ഇതൊരു അപകട മരണമല്ല, അഫാൻ എന്ന മകന്റെ കൈകൊണ്ട് ഇവരെല്ലാം മരിച്ചിരിക്കുന്നുവെന്ന് മറ്റാരെക്കാളും നന്നായി, ഒരുപക്ഷെ മറ്റാരെക്കാളും ആദ്യം അറിഞ്ഞിട്ടുള്ളതും ഷെമി തന്നെയാണ്. അത് ഷെമി മനഃപൂർവ്വം പറയാതിരിക്കുകയുമാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇതാ ലത്തീഫിന്റെ വീട്ടിൽ തെളിവെടുപ്പിന് വന്നിരിക്കുകയാണ് അഫാൻ. അതിനു മുൻപ് തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ അഫാന്റെ അമ്മ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഉമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഈ ഉമ്മയോട് ഇപ്പോൾ, അതായത് ഈ ഷെമിയോട് കാര്യങ്ങൾ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഷെമിയുടെ വിശദമായ മൊഴിയെടുക്കാൻ തയ്യാറാവുകയാണ് പോലീസ്. അതായത് ഒളിച്ചളി എത്ര നാള് ഷെമിക്ക് നടത്താൻ സാധിക്കും? ആശുപത്രി കിടക്കയിലാണ്. ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. ഇളയ മകന്റെ മരണം അറിഞ്ഞപ്പോൾ തന്നെ ദേഹാസ്വാസ്ഥ്യം ഷെമിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞതിന് ശേഷം ആദ്യം ഷെമി പറഞ്ഞത്, അതായത് അഫാൻ കൊലപ്പെടുത്തിയോ എന്നൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല, അപകട മരണമാണ് സംഭവിച്ചത് എന്നാണ് ഷെമിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഷെമി ചോദിച്ചത് അഫാൻ എവിടെ എന്നാണ്. അഫാനെ ഒന്ന് കാണണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അഫാനെ കാണണമെന്ന് ഷെമി പറയുമ്പോൾ കാണിക്കാമെന്ന് ആശുപത്രി അധികൃതരും പോലീസും പറയുകയാണ്. ഒരുപക്ഷെ ഷെമിയെ നേരിട്ട് കാണിക്കാനായി അഫാനെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എങ്ങനെയായിരിക്കും അഫാന്റെ പ്രതികരണം എന്നറിയില്ല, ഷെമിയുടെ പ്രതികരണവും എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ പലരും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഷെമിയും അഫാനും ഒരുമിച്ച് കാണണം. കാരണം ഈ അഫാൻ ചെയ്ത ഈ കൊലപാതകങ്ങളുടെ പകുതി ഉത്തരവാദിത്വം സത്യത്തിൽ ഷെമിക്കുള്ളതാണെന്നാണ് പലരും പറയുന്നത്. കാരണം ഈ അഫാനുമായി എല്ലായിടത്തും കടം വാങ്ങാൻ പോകുന്നതും എല്ലാവരോടും അല്ലെങ്കിൽ കടം മറിച്ച് ഇല്ലാത്ത പണം ഉണ്ട് എന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഷെമിയാണ്. അതുകൊണ്ട് തന്നെ ഈ അഫാൻ വന്ന വഴി അതിൽ പ്രധാന പങ്ക് ഷെമിക്കുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ബന്ധുക്കളായ 5 പേർ കൊല്ലപ്പെട്ടതായി ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ മാതാവ് ഷെമിയെ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ മൂത്ത മകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്ന വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. ഇളയ മകൻ അഫ്സാൻ അടക്കം ഈ വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. സംഭവം കേട്ടയുടൻ തന്നെ മൂത്ത മകൻ അഫാനെ കാണണമെന്നായിരുന്നു ഷെമി പ്രതികരിച്ചത്. കേസിലെ പ്രതിയായ മകൻ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവ് ഷെമി. പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഷെമിയെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചത്. ഇളയ മകൻ അഫ്സാൻ, അഫാന്റെ പെൺസുഹൃത്ത് ഫർസാന, ഭർത്താവ് റഹീമിന്റെ മാതാവ് സൽമ ബീവി, റഹീമിന്റെ സഹോദരി ലത്തീഫ്, ഭാര്യ ഷാജിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ഷെമീക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ മാതാവും അതുപോലെ തന്നെ ഈ സഹോദരന്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ അഫാന്റെ സ്നേഹിതയായിട്ടുള്ള പെൺകുട്ടിയും ഒക്കെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. ഇവിടെ വ്യക്തമായി തന്നെ ഷെമീനയ്ക്കറിയാം അഫാന്റെ കൈകൊണ്ട് എന്തോ സംഭവിച്ചു. അല്ലെങ്കിൽ മൊഴി പറയുന്ന അനുസരിച്ച്, അഫാൻ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഷെമിയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്നാണ് അഫാൻ പറഞ്ഞത്. അതായത് ഈ ആദ്യം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു, അതിനുശേഷം അച്ഛന്റെ അമ്മയെ കൊല്ലുന്നു, അതിനുശേഷം അച്ഛന്റെ സഹോദരനെ കൊല്ലുന്നു, സഹോദരന്റെ ഭാര്യയെ കൊല്ലുന്നു, ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു, അള്ളാ എന്ന് വിളിച്ച ഉടനെ തന്നെ അമ്മയെയും ആക്രമിക്കുന്നു എന്നൊക്കെയാണ് ഈ അഫാൻ പറഞ്ഞ മൊഴി നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അമ്മ വിവരങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്ന ICUവിൽ നിന്നും വാർഡിലേക്ക് ഈ ഉമ്മയെ മാറ്റിയിട്ടുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ തന്നെയാണ് മൂത്ത മകൻ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കാണണമെന്നും ഷെമി ചോദിച്ചത്. ഷെമിയുടെ അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തിനകം ആശുപത്രി വിട്ടേക്കാമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചന. ആശുപത്രി വിട്ട ശേഷം കൂട്ടക്കൊലപാതകത്തിന്റെ വിശദ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം വെഞ്ഞാറമൂട് CI അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷെമിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ആദ്യ 2 വർഷം സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഷെമിയാണ്. എന്ത് ആവശ്യത്തിനാണ് ഇത്രയും അധികം പണം കടമായി വാങ്ങിക്കൂട്ടിയത് എന്ന് അറിയണമെങ്കിൽ ഷെമിയയിൽ നിന്ന് വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. പലരിൽ നിന്നായി വാങ്ങിയ ഇത്രയും വലിയ തുക എന്ത് ആവശ്യത്തിനാണ് ചെലവഴിച്ചത് എന്ന്
അറിയണമെങ്കിൽ അഫ്ഫാന്റെ അമ്മയുടെ മൊഴി എടുക്കണം. അഫ്ഫാനും ഷെമിയും തമ്മിൽ കൊലപാതകം നടന്ന ദിവസം രാവിലെയും വാക്കുതർക്കം ഉണ്ടായതായി സൂചനയുണ്ട്. പണയം വെച്ച മാല തിരികെ ചോദിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതാണ് ഫർസാനയോട് വൈരാഗ്യവും ഉണ്ടാകാൻ കാരണമെന്നാണ് അഫ്ഫാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു ഫർസാനയെ അഫ്ഫാൻ കൊന്നത്. കൂട്ടക്കൊലപാതകത്തിന് പദ്ധതിയിട്ട അഫ്ഫാൻ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാൻ ആരെങ്കിലും ശല്യത്തിനെത്തിയാൽ ആക്രമിക്കാൻ മുളകുപൊടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. കൂട്ടക്കൊലപാതകത്തിന് ശേഷം വീട് കത്തിച്ച് കളയാനായിരുന്നു അഫ്ഫാന്റെ പദ്ധതി. ഇതിനായി ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചാണ് അഫ്ഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അഫ്ഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫിന്റെ വീട്ടിലാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. അഫ്ഫാന്റെ അമ്മാവനായ ലത്തീഫിനെയും ഭാര്യ സജിതയും ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത്. മാത്രമല്ല അഫ്ഫാൻ ചുറ്റിക വാങ്ങിയ കടയിൽ നിന്നും മുളകുപൊടി വാങ്ങിയ കടയിലും അതുപോലെ തന്നെ ബാഗ് വാങ്ങിയ കടയിലും ഒക്കെ തന്നെ അഫ്ഫാനെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്, തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി തന്നെ അഫ്ഫാനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുത്തുവാക്കുകളിൽ മനംനൊന്താണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത് എന്നാണ് അഫ്ഫാൻ നടത്തിയ മൊഴിയിൽ പറയുന്നത്. ഫെബ്രുവരി 24-നായിരുന്നു അഫ്ഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത്. പിതാവിന്റെ അമ്മ സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെയാണ് അഫ്ഫാൻ 6 മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തിയത്. 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. അഫ്ഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എന്ന് ലത്തീഫ് കുറ്റപ്പെടുത്തി. ഇതിന് മനംനൊന്താണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. സോഫയിലിരുന്ന ലത്തീഫിനെ ആക്രമിക്കുന്നതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നിരുന്നു. ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ സാജിദ അടുക്കളയിലേക്ക് ഓടിയെന്നും പിറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തി. ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ലത്തീഫിന്റെ ഫോൺ എടുത്ത് വീടിന് സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അഫ്ഫാനെ തെളിവെടുപ്പിനായി SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അവസാനമായി 2ാം ഘട്ട തെളിവെടുപ്പാണ് പോലീസ് ആരംഭിച്ചത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫ്ഫാനെ എത്തിച്ചത്. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഇത് കേസിൽ നിർണായകമാകും. സജിത ബീവിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വിവരം പുറത്തറിയുന്നതിനാലാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നുമാണ് അഫ്ഫാൻ പറഞ്ഞത്. അഫ്ഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടുകൂടി വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫ്ഫാനോടും ലത്തീഫ പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്ന് ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഇതാണ് അഫ്ഫാനെ ചൊടിപ്പിച്ചത്. എന്തായാലും അഫ്ഫാനും അഫ്ഫാന്റെ ഉമ്മയും കാണണമെന്നാണ് പലരും പറയുന്നത്. കണ്ട് പലരും പല സത്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്നും പറയുകയാണ്. എന്തായാലും അഫ്ഫാനെ ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദി പൂർണ്ണമായും ഷെമിയാണെന്നാണ് ഒരു വശം പറയുന്നത്.